വളരെ സന്തോഷത്തിന്റെ മുഹൂർത്തത്തിലാണ് ഇപ്പൊ ഫോട്ടോ എടുത്ത് ഇറങ്ങി വരിക. എങ്ങനെയുണ്ട് ഫോട്ടോ എടുത്തപ്പോൾ എന്ത് തോന്നി? സന്തോഷം തോന്നി. ചേർത്ത് പിടിച്ചില്ലേ? വളരെ സന്തോഷമായില്ലേ? അങ്ങനെ ഫോട്ടോ എടുത്ത് ഇറങ്ങിയവരുടെ ഒരു ആകാംക്ഷയാണ്. ഫോട്ടോ എടുത്ത് എങ്ങനെയുണ്ടായിരുന്നു? ഇതുപോലത്തെ ഒരു മഹാപ്രതിഭ നമ്മൾക്ക് ഇനി ജീവിതത്തിൽ കാണാൻ കഴിയില്ല, കിട്ടില്ല. ലാൽ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മൾക്ക് അഭിമാനം മാത്രമല്ല, അങ്ങേരുടെ ആ ഒരു മനസ്സ് ഇത്രയും പേരോടൊപ്പം ഫോട്ടോ ഷൂട്ടിന് നിൽക്കുക എന്ന് പറഞ്ഞാൽ, അത് ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് എനിക്ക് തോന്നുന്നില്ല. മലയാള സിനിമയിൽ തന്നെ ഒത്തിരി നടന്മാരുണ്ട്, പക്ഷെ ലാൽ സാറിനെ പോലത്തെ ഒരു സാർ, എന്റെ ദൈവമേ, അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഭാഗ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെ ഫോട്ടോ എടുത്തില്ലേ? ജീവിത അഭിലാഷായിരുന്നു, എക്സൈറ്റ്മെന്റിലാണ്. ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ ലാലേട്ടനോട് ലവ് യു പറഞ്ഞു, ലാലേട്ടൻ താങ്ക് യു പറഞ്ഞു. എനിക്കത് മതി. ഇതാണ് മനസ്സിന്റെ ആഴത്തിൽ നിന്നാണ് ഇവരൊക്കെ പറയുന്നത്. എല്ലാവരും ലാലേട്ടനെ കുറിച്ച് ഒരു കാര്യം പറയാം. അത് 2013 ആദ്യത്തെ 50 കോടി പടം ദൃശ്യമാണ്. അത് വേറെ ആരും സമ്മതിക്കുന്നില്ല, പക്ഷെ എല്ലാവർക്കും അത് അറിയുന്ന കാര്യമാണ്. പിന്നെ ആദ്യത്തെ മലയാളത്തിലെ 100 കോടി പടം പുലിമുരുകനാണ് 2016 മുതൽ 2023 വരെ ആ റെക്കോർഡ് ആരും എടുത്തിട്ടില്ല. ടോവിനെ എടുത്തു, പറയട്ടെ, കംപ്ലീറ്റ്. ടോവിനെ വന്നു 2018 ആ മൂവി ഇറങ്ങിയപ്പോൾ അതിന്റെ കളക്ഷൻ കടത്തി. പക്ഷെ ലാലേട്ടന്റെ അടുത്ത പടം വന്ന ഇതൊന്നും അല്ല, 200, 250, 300 കോടി ആ മേലെ കടക്കും ഞങ്ങള്. അതുറപ്പാണ്. ഹൈദരാബാദ് ഞാനാ പറയുന്നത്, എല്ലാവരും ഫാൻസ്, മോള ഫാൻസാണ് പറയുന്നത്. മനസ്സിലാക്കണം, വേറെ ഫാൻസുകാരൊക്കെ ലാലേട്ടൻ കഴിഞ്ഞിട്ടാണ് മലയാള സിനിമയിൽ വേറെ ആൾക്കാരുള്ളൂ. തീർച്ചയായിട്ടും ഒരു ആവേശത്തിലാണ് ഫോട്ടോ എടുത്തല്ലേ? അതെ, ഒരുപാട് സന്തോഷം. ഒരുപാട് ഒന്നും പറയാൻ പറ്റില്ല. ആദ്യമായിട്ട് ഫോട്ടോ വലിയൊരു സന്തോഷത്തിന്റെ മുഹൂർത്തമാണ്. നമുക്കറിയാം, ഫോട്ടോ എടുത്തിറങ്ങിയവരുടെ ഓരോ മൂവ്മെന്റും നമുക്ക് കാണാം. ഈ ഫോട്ടോ എടുത്തവരൊക്കെ വളരെയധികം സന്തോഷത്തിൽ ഇപ്പൊ നിൽക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും വലിയൊരു മൂവ്മെന്റ്, ഇത്രയും ഒരു ആക്ടർ ഇത്രയും പേർക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെ സന്തോഷത്തിന്റെ മുഹൂർത്തത്തിലാണ് ആളുകൾ നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും ഫോട്ടോ എടുത്ത് ആളുകൾ ഇറങ്ങി വരുന്ന ഒരു സീനുകളാണ് കാണുന്നത്. ഫോട്ടോയ്ക്ക് ഇത്രയും ഒരു ആവേശത്തോടു കൂടി ആളുകൾ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോഴും ഫോട്ടോ സെക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും വലിയ ആവേശമാണ് ആളുകൾക്കുള്ളത്. നമുക്കറിയാം, ലാലേട്ടൻ രാവിലെ ഇപ്പോൾ ഇനി നിന്ന് കഴിഞ്ഞാൽ എപ്പോഴാണ് ഇരിക്കുക എന്ന് പോലും പറഞ്ഞാൽ അത്രയും ആളുകളാണ് ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫോട്ടോ എടുത്ത് ഇറങ്ങിയവർ പറയുന്നത് നമുക്ക് കേൾക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇപ്പോഴും വലിയ ജില്ല അടിസ്ഥാനത്തിൽ തിരിച്ചാണ് ആളുകളെ കയറ്റിവിടുന്നത്. എല്ലാ ജില്ലയിൽ നിന്നും 14 ജില്ലയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ എത്തിയുള്ള ആ ഫോട്ടോ സെക്ഷനിലേക്ക് ചരിത്ര മുഹൂർത്തമാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും ലാലേട്ടൻ ഇന്ന് രാവിലെ ഇപ്പോൾ നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി വരെ പോകുന്നുള്ള കാര്യത്തിൽ ഒരു മടിയുമില്ലാതെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അറിയാം. തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകൾ അറിയാം. നിങ്ങളുള്ളപ്പോൾ എനിക്ക് എന്ത് എന്നൊരു ചോദ്യം, വലിയ കയ്യടിയോട് കൂടിയാണ് ആ പ്രേക്ഷകർ ഏറ്റെടുത്തോളും. എന്തായാലും ഇപ്പോഴും നമുക്ക് പിന്നിൽ കാണുന്ന ഇവിടെ ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ആളുകൾക്കും ഒരു 3 സെക്കൻഡ് വീതം, ഫോട്ടോയ്ക്ക് 3 സെക്കൻഡ് വീതമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫർമാർ മാറിയാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫർമാർ അതിനുവേണ്ടി പ്രത്യേകം നിയമിച്ചിരിക്കുന്നു. ആ ഫോട്ടോഗ്രാഫർമാർ മാറി നൽകുന്ന ഒരു സീൻ കൂടെ നമുക്ക് കാണാം. എന്തായാലും വലിയ സന്തോഷത്തിന്റെ മുഹൂർത്തമാണ്. ലാലേട്ടനും വളരെ ഹാപ്പിയിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ലാലേട്ടന്റെ ചിരിയിൽ നിന്ന് തന്നെ കാണാം. ലാലേട്ടനെ കെട്ടിപ്പിടിക്കുന്നു. നേരത്തെ ഒരു പെൺകുട്ടി പറഞ്ഞ പോലെ ലവ് പറഞ്ഞിട്ടാണ് ലാലേട്ടന്റെ അടുത്ത് പോയതെന്നും ആ പെൺകുട്ടി പറയുന്ന ഒരു സംഭവം മനസ്സിന്റെ ആഴത്തിൽ തറയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എന്തായാലും ഫോട്ടോ എടുത്ത് ഓരോ ആളുകൾ ഇറങ്ങുന്ന സീനുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വലിയ ആകാംക്ഷയോടെ വലിയ ക്രൗഡാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. വലിയ ക്രൗഡ് സദസ്സിൽ ഉണ്ട്. അവരെ എല്ലാവരെയും വിളിച്ച് ഓരോ ഫോട്ടോ എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മണിക്കൂറുകൾ നിന്നാലും എല്ലാവരുടെയും സന്തോഷം പങ്കിട്ടതിന് ശേഷം മാത്രമായിരിക്കും ലാലേട്ടൻ ഇവിടെ നിന്നും മാറുകയുള്ളൂ. എന്തായാലും നേരെ എന്നൊരു സിനിമ റിലീസിന് 21-ാം തീയതി ഒരുങ്ങുകയാണ്. നേരെ ഒരു സിനിമ, വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കുന്നു. ലാലേട്ടൻ എല്ലാവരുടെയും ഇന്റർവ്യൂവിൽ പറഞ്ഞു, ആ നേരെ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആകും. അതോടൊപ്പം തന്നെ വലിയ സിനിമകൾ ഒന്നിനു പുറകെ ഒന്നായി ലാലേട്ടൻ സിനിമകൾ വരാൻ നിൽക്കുന്ന ഒരു സംഭവം നമ്മൾ കാണാം. എന്തായാലും വലിയ സന്തോഷത്തിന്റെ മുഹൂർത്തം തന്നെയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ഒരു ഫോട്ടോ എന്ന് പറയുന്ന ചരിത്ര സംഭവത്തിലേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ചരിത്ര മുഹൂർത്തമായിരിക്കും ഇത്. ചരിത്ര മുഹൂർത്തത്തിന്റെ സാക്ഷ്യമാണ് ഈ കാണുന്ന, എനിക്ക് ഇവിടെ കാണുന്ന ഓരോ ആളുകളും
ഫോട്ടോ എടുക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും ഫോട്ടോ എടുത്ത് ഇറങ്ങുന്നവരെ നമുക്ക് ശ്രദ്ധിക്കേണ്ട. ഫോട്ടോ എടുത്ത് ഇറങ്ങുമ്പോൾ അതിന്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട്. ആ സന്തോഷത്തിലാണ് ഇപ്പോൾ ഈ മുഹൂർത്തം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനിയും ഫോട്ടോ എടുക്കാൻ വേണ്ടി കാത്ത് ഇരിക്കുന്നവരാണ് ഇവരെല്ലാവരും. ഫോട്ടോ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഇത്രയും ആളുകൾ. ഇതല്ല, ഇതിനോടപ്പുറം തന്നെ പുറത്തും ആളുകളുണ്ട്. ഇവരെല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോരുത്തരുടെയും മുഖത്ത് കാണുന്ന ആ പ്രകാശം തന്നെയാണ് ലാലേട്ടനോടൊപ്പം തന്നെ ഒരു ഫോട്ടോ എന്നൊരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോട്ടോ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നിൽക്കുകയായിരിക്കും അല്ലേ? അതെ. ഇങ്ങനെ ഒരു ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ മുന്നേ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി. ഇങ്ങനെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി നിൽക്കാൻ ഇത്രയും ആളുകളൊപ്പം അങ്ങനെ നിൽക്കണമെങ്കിൽ ആരായിട്ട് മാത്രമേ ഉണ്ടാവും, വേറെ ആരും നിൽക്കില്ല. എന്ത് തോന്നുന്നു? എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് മുന്നേ ഒക്കെ, പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിൽ ആദ്യമില്ല. എവിടെ നിന്നാണ് വരുന്നത്? കണ്ണൂർ. കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്. അല്ല, നമ്മളൊക്കെ കണ്ണൂർ. അതെ, കണ്ണൂർ ജില്ല. അപ്പൊ എപ്പോ പോകുന്നു? പോകുന്ന വെച്ചാൽ ഇപ്പം ഇത് കഴിയണ്ടേ? ഇല്ല പറയാൻ ജില്ല അടിസ്ഥാനത്തിലല്ലോ ഫോട്ടോ എടുക്കുന്നത് അല്ലേ? അതെ അതെ അതെ, കാത്തു നിൽക്കുവാണ്. കാത്തു നിൽക്കാണ്. ഇതാണ് എല്ലാവർക്കും പറയാനുള്ളത്. വലിയ ആവേശമാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴും ലാലേട്ടൻ ഒരു കുട്ടിയുമായിട്ട് വന്ന് ഇപ്പൊ ലാലേട്ടൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കുന്ന ഒരു സീൻ നമുക്ക് കാണാം. അവര് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് അവരോട് ചോദിക്കണം. എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് വലുതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വലിയ സന്തോഷത്തിലാണ് അവർ വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അവരെത്തുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കണം അവരുടെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചോദിക്കണം. എന്തായാലും ഒരു കൈക്കുഞ്ഞുമായിട്ട് ലാലേട്ടന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുത്തപ്പോ? നന്നായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ചരിത്ര സംഭവം അല്ലേ? അതെ, ആദ്യമായിട്ടാണ്, കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു, ആദ്യമായിട്ട് സാധിച്ചു. അങ്ങനെ എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂരിൽ നിന്നാണ്. വരുന്നതാണല്ലേ? എന്റെ വീട് ഇവിടെയാണ്, എറണാകുളത്താണ്. പക്ഷെ ഇത് അറിഞ്ഞു വന്നു അല്ലേ? എന്ത് തോന്നുന്നു അമ്മേ? സന്തോഷം. ഞങ്ങളൊക്കെ പിടിച്ചിട്ടൊക്കെ ഫോട്ടോ എടുത്ത്, കയ്യിലൊക്കെ പിടിച്ച് ഫോട്ടോ എടുത്ത് സന്തോഷം. വലിയ സന്തോഷമായില്ലേ? ആ, സന്തോഷം. ഇതാണ് ഓരോ ആളുകളുടെ മനസ്സിൽ ഇത്രമാത്രം സന്തോഷം പകരുന്ന ഒരു നിമിഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയം തന്നെയാണ്. എന്തായാലും ലാലേട്ടനെ സ്നേഹിക്കുന്ന, ലാലേട്ടന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഫോട്ടോ എടുത്തിറങ്ങുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീല്, അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം. ഇപ്പൊ ഒരു അമ്മ പറഞ്ഞ പോലെ ലാലേട്ടൻ കൈ പിടിച്ചാണ് ഫോട്ടോ എടുത്തത്. അതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. എന്തായാലും വലിയ ചരിത്ര സംഭവത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ഒരു ഫോട്ടോ എടുത്ത് ഒരു ഫാമിലി പോകുന്നുണ്ട്, അവരോട് തന്നെ നമുക്ക് ചോദിക്കണം. എന്തായാലും ഒരു ഫോട്ടോ എടുത്ത് പോകുന്ന എങ്ങനെയുണ്ടായിരുന്നു? ഫോട്ടോ എടുത്ത എക്സ്പീരിയൻസ് പറയാം. പറഞ്ഞോ, ധൈര്യമായിട്ട് പറയാം. എവിടെ നിന്നാണ് വരുന്നത്? കൊച്ചി എന്നല്ലേ? ഇതിനു മുമ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ട്? ഫസ്റ്റ് ടൈം. ഇതിനു വേണ്ടി തന്നെ വന്നതാണല്ലേ? അല്ലേ? ഇതും എടുത്തിട്ടുണ്ട്. ഇത്ര ഒരു സംഭവം ആദ്യമായിട്ടായി ഇത്രയും പേർക്ക് വേണ്ടി പിന്നെ പുള്ളിയെ സമ്മതിക്കണ്ട. ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് 5000-ഓളം പേർക്ക് വേണ്ടിയിട്ട് എടുക്കുക എന്ന് പറയുമ്പോഴേ അത് ഇത്രയും തിരക്കുള്ളൊരു നടൻ 5000 പേർക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. അതെ, ഒറ്റ സ്ട്രെച്ചിൽ നിൽക്കണല്ലോ. എന്തോരം പേരെ ഇനി എടുക്കാൻ നിൽക്കണം. ഇനി ഒരുപാട് വരാനുണ്ട്. അത് വലിയൊരു സംഭവം തന്നെ, സമ്മതിക്കേണ്ട സംഭവമാണ്. അത്രക്ക് ഡെഡിക്കേഷനാണ്. ഫാൻസിനോടുള്ള ഒരു സ്നേഹമാണ് പുള്ളിയെ കാണിക്കുന്നത്. അത് സമ്മതിച്ചു കൊടുക്കേണ്ടായിരുന്നു. ഇത് തന്നെയാണ് കണ്ട ഫോട്ടോ എടുത്തിറങ്ങുന്നവരുടെ മനസ്സിൽ ആഴത്തിൽ തട്ടിയിരിക്കുന്ന. ഫോട്ടോ എടുത്തോ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഇനി ഫോട്ടോ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. ഫോട്ടോ കണ്ടാലേ അല്ലേ? ഫോട്ടോ കിട്ടാനുള്ള ആഗ്രഹമാണ്. കൈ കൊടുക്കാൻ പറ്റിയില്ല. എവിടെ വരുന്ന? ഇടപ്പള്ളി എന്നല്ലേ? എന്തായാലും വന്ന കാര്യം നടന്നു, ഫോട്ടോ എടുത്തു. ഇനി ഫോട്ടോ കൈ കിട്ടുന്നവരെയുള്ള ടെൻഷനാണ്. കൈ കെട്ടി സ്റ്റാറ്റസിൽ ഇടണം, എന്നാലേ സമാധാനമാവുള്ളൂ. ഇതാണ് ആ വാക്കുകൾ. ഇനി ഫോട്ടോ എടുത്ത് ഇനി ഫോട്ടോ കൈ കിട്ടി സ്റ്റാറ്റസ് ആയിട്ട് ഇടുമ്പോഴാണ് ഒരു സമാധാനമാവുള്ളൂ. കൈ കൊടുക്കാൻ പറ്റിയില്ല എന്നാണ് ആ ചേച്ചി പറയുന്നത്. അപ്പം എന്താണ് ലാലേട്ടനുള്ള ഇത്രമാത്രം സ്നേഹം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് മാത്രം, ലാലേട്ടൻ എന്നും ആവേശമാണ് ഈ ആരാധകർക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വരും മണിക്കൂറുകൾ നിരവധി ആളുകളുടെ ബൈറ്റുകൾ നമ്മൾ പ്രേക്ഷക റൂമിലേക്ക് എത്തിക്കുന്നതായിരിക്കും. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.